കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 6-ാം സർഗം 22-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്തു നിർത്തിയത്. അതായത് മാരീചൻ പറയണതാണല്ലോ രാവണനോട്, സുഖാനുഭവത്തിന് ഉചിതമായിട്ടുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും, അതായത് വിഷയഭോഗങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഞാൻ ഒരു ഭയങ്കര പേടിയോടെ മാറി നിന്നിട്ട്, ഞാനിപ്പോൾ അതിലൊന്നും എനിക്ക് ഔത്സുഖ്യമില്ല വിഷയസുഖങ്ങളിൽ. എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ പേടിച്ചുകൊണ്ട് രാമനെ തന്നെ സ്മരിക്കുകയാണ്. എങ്ങനെ വെച്ചാൽ ഈ ഭോഗസാധനങ്ങളായിട്ടുള്ള, അതല്ലേ പറഞ്ഞ നമ്മൾ, ഭോഗസാധനങ്ങളായിട്ടുള്ള പല വാക്കുകൾക്കും രാന്നാ തുടങ്ങുക. രാജാവ്, രത്നം, രമണി, രഥം. ആ രാന്നങ്ങോട്ട് കേൾക്കുമ്പോൾ രേഫം കൊണ്ട് ആരംഭിക്കുന്ന രേഫം, അതായത് രാ എന്നുള്ള ശബ്ദം കൊണ്ട് ആരംഭിക്കുന്ന, രേഫം കൊണ്ട് ആരംഭിക്കുന്ന എന്ത് വാക്ക് കേട്ടാലും എനിക്ക് രാമനെ ഓർമ്മ വന്ന് ഭയചകിതനാവും ഞാൻ. അപ്പം എപ്പോഴും ഞാൻ ശ്രീരാമനെ ഭീതി കൊണ്ട് ശ്രീരാമസ്മരണയിൽ തന്നെയാണ് ഞാൻ എപ്പോഴും എന്നാണ് അല്ലേ പറഞ്ഞത്. പിന്നെ കഴിഞ്ഞാൽ ഈ 23, 24 ഒന്നിച്ചാണ് കേട്ടോ. രാമ ആഗത ഇഹേതി ശങ്കയാ ബാഹ്യകാര്യമപി സർവമത്യജം നിദ്രയാ പരിവൃതോ യഥാ സ്വപേ രാമമേവ മനസാനുചിന്തയൻ. 24 സ്വപ്നദൃഷ്ടിഗതരാഘവം തദാ ബോധിതോ വിഗത നിദ്ര ആസ്ഥിതഃ തദ്ഭവാനപി വിമുച്യ ചാഗ്രഹം രാഘവം പ്രതി ഗൃഹം പ്രയാഹി ഭോः രക്ഷരാക്ഷസകുലം ചിരാഗതം തൽസ്മൃതൗ സകലമേവ നശ്യതി. എന്താ അതിൽ പറയണ? ഇത് പിന്നെ 24-ാമത്തെ ശ്ലോകം 25-ാമത്തെ പകുതിയും കൂടി ഉള്ള പോലെയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. 24-ഉം 23-ഉം 24-ഉം 25-ാമത്തെ പകുതിയെ പോലെയാണ്. എങ്ങനെയായാലും 23, 24 വായിച്ച് ഞാൻ അതിൻ്റെ അർത്ഥം നോക്കാം. രാമഃ ഇഹ ആഗത ഇതി ശങ്കയ. രാമൻ ഇവിടെ വരുമോ എന്നുള്ള പേടിയോണ്ട് ഞാൻ സർവം ബാഹ്യകാര്യം അഭി അത്യജം, ഞാൻ എല്ലാ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ത്യജിച്ചു. രാമമേവ മനസാനുചിന്തയൻ, ഞാൻ രാമനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിദ്രയാ പരിവൃത, നിദ്ര അതായത് ഉറക്കം ബാധിച്ചിട്ട്, യഥാ സ്വപേ ഞാൻ എപ്പോഴാണ് ഉറക്കം വന്ന് ഉറങ്ങണ, തഥാ അപ്പോൾ സ്വപ്നദൃഷ്ടികത രാഘവം പശ്യൻ, സ്വപ്നത്തിൽ ഞാൻ ശ്രീരാമനെ കാണുന്നത്. ബോധിത വിഗത നിദ്ര ആസ്ഥിത, ഉണർന്നിട്ട് അപ്പം എനിക്ക് പേടിയായിട്ട് ഉണർന്നിട്ട് നിദ്ര ഇല്ലാതെയാവും. അതായത് എനിക്ക് ഉറങ്ങാൻ സാധിക്കാത്തവനായിട്ട് ഞാൻ ഇരിക്കും. തദ് ഭവാനഭി, അതുകൊണ്ട് അങ്ങും രാഘവം പ്രതി ആഗ്രഹം വിമുച്യ, രാഘവനെ കൊല്ലാം, എന്നിട്ട് സീതയെ കൈക്കലാക്കാം എന്നുള്ള ആഗ്രഹത്തിന്, അല്ലെങ്കിൽ ശ്രീരാമനെ അവിടുന്ന് അകറ്റിയിട്ട് സീതയെ അപഹരിക്കാം എന്നുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ചിട്ട് ഭോഹോ ഗൃഹം പ്രയാഹി, വേഗം സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിയാലും ചിരാഗതം രാക്ഷസകുലം രക്ഷ, അതായത് രാക്ഷസകുലത്തിനെ രക്ഷിച്ചാലും അങ്ങിപ്പോൾ പുറപ്പെടുന്നതുകൊണ്ട് സർവ്വം നശിക്കും. അതുകൊണ്ട് രാക്ഷസകുലത്തിനെ രക്ഷിക്കാനായിട്ടെങ്കിലും അങ്ങ് തിരിച്ചു പോകൂ. തൽസ്മൃതവും സകലം നശ്യതിയേവ, ആ അവൻ്റെ വിചാരത്തിൽ എല്ലാം നശിക്കുക തന്നെ ചെയ്യും. അതായത് രാമനെ പറ്റിക്കാൻ നോക്കിയാൽ എല്ലാം നാശം തന്നെ ഫലം. എന്താ പറയണേ, നല്ലതായിട്ട് ഉപദേശിച്ചു പിന്നെ ആരെ, മാരീചനെ. പക്ഷെ കേൾക്കാൻ തോന്നണ്ടേ, അതായത് വിധി അനുസരിച്ചല്ലേ ബുദ്ധി പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ കേൾക്കാൻ തോന്നില്ല. രാമൻ ഇവിടെയും, അതായത് എന്താ പറയണ, അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ എന്താ പറഞ്ഞ വെച്ചാൽ, രാമൻ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഇവിടെയും വരുമോ എന്നുള്ള പേടി കാരണം ഞാൻ പുറത്തൊക്കെ ഒന്നും ഇറങ്ങില്ല, ഒരു ബാഹ്യ കാര്യങ്ങളിലും ഇടപെടുന്നില്ല.
രാമനെ തന്നെ ഞാൻ നിരന്തരം മനസ്സുകൊണ്ട് ചിന്തിക്കും. അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണമായിട്ടൊന്ന് ഉറങ്ങിയാലോ ആ സമയത്ത് സ്വപ്നത്തിലും രാമനെ തന്നെ കണ്ട് ഭയപ്പെട്ട് ഞാൻ ഉണരുന്നു. എന്നിട്ട് പിന്നെ ഉറക്കം വരാതെ ഇരുന്നു കൊണ്ട് രാത്രി മുഴുവനെ രാമനെ തന്നെ വിചാരിച്ച് കഴിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, അങ്ങും ഹേ രാവണ, അങ്ങും രാവനെ അകറ്റിയിട്ടോ അല്ലെങ്കിൽ രാമനെ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹം അങ്ങയ്ക്കുള്ളിലുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ചിട്ട് വേഗം ലങ്കയിലേക്ക്, സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പൊക്കോളൂ. അതായത് എത്രയോ കാലമായിട്ട് രാക്ഷസകുലം നല്ലതായിട്ട് സുഖമായിട്ട് നല്ല അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന ആ രാക്ഷസകുലത്തിനെ നശിപ്പിക്കാൻ പുറപ്പെടണ്ട. അതിനെ പാലിച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കൂ. ശ്രീരാമനെ അകറ്റി സീതയെ അപഹരിക്കാനുള്ള മോഹമൊക്കെ പാടെ ഉപേക്ഷിച്ചോളൂ. രാമനെ ദ്രോഹിക്കാൻ വിചാരിച്ചാൽ രാക്ഷസകുലം മുഴുവനും നിശ്ചയമായിട്ട് നശിക്കും, ഞാൻ പറഞ്ഞളയാം എന്ന് പറഞ്ഞു. രാമ ആഗത ഇഹേതി ശങ്കയാ ബാഹ്യകാര്യമഭി സർവമത്യജം നിദ്രയാ പരിവൃതോ യഥാ സപേ രാമമേവ മനസാനുചിന്തയൻ സ്വപ്നദൃഷ്ടിഗതരാഘവം തദാ ബോധിതോ വിഗത നിദ്ര ആസ്ഥിത തദ്ഭവാനപി വിമുച്യ ചാഗ്രഹം രാഘവം പ്രതിഗൃഹം പ്രയാഹി ഭോः രക്ഷരാക്ഷസകുലം ചിരാഗതം തൽസ്മൃതൗ സകലമേവ നശ്യതി. എന്താ ആലോചിച്ചു പിന്നെ എന്താണ് മാരീചൻ്റെ കഥ. ഉണർന്ന സമയത്ത് മുഴുവൻ പേടിച്ച് രാമനെയാണ് ആലോചിക്കണം. പിന്നെ ക്ഷീണിച്ചൊന്ന് ഉറങ്ങുമ്പോൾ രാമനെ സ്വപ്നം കണ്ട് ഭയപ്പെട്ട് ഉണരും. പിന്നെയും ഉറങ്ങാണ്ടിരിക്കുമ്പോൾ മുഴുവനെ രാമനെയാണ്. എന്തുകൊണ്ടായാലും എന്തൊരു ഭാഗ്യം മാരീചന്, രാമനെ തന്നെ സ്മരിക്കും. അതുകൊണ്ടാണ് രാമൻ്റെ കൈ കൊണ്ട് തന്നെ മരണം വരിക്കാനും രാക്ഷസനായിട്ട് പോലും രാമൻ്റെ കൈകൊണ്ട് മരണം വരിച്ച് രാക്ഷസനായിട്ട് പോലും മോക്ഷം ലഭിച്ചത് ഈ രാമസ്മരണ കൊണ്ട് തന്നെയാണ്. നിരന്തര സ്മരണ. അത്ര ശ്രീരാമൻ പറയുന്നുണ്ടല്ലോ, സഹൃദേവ വാൽമീക രാമായണത്തിലുണ്ട്, സഹൃദേവ പ്രപന്നായ തവാസ്മീതിചയാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യതത് വ്രതം മമ എന്ന് പറയുന്നുണ്ട്. അതായത് എന്നെ ആശ്രയിച്ചവർക്ക് മുഴുവൻ ഞാൻ പിന്നെ ഇത് കൊടുക്കുക, അത്ര കാരുണ്യവാനാണ്. അപ്പം എങ്ങനെ സ്മരിച്ചാലും ശ്രീരാമൻ രക്ഷിക്ക്. ഇനി 25 തവഹിതം വദതോ മമ ഭാഷിതം പരിഗൃഹാണ പരാത്മനി രാഘവേ ത്യജ വിരോധമതിം ഭജ ഭക്തിത പരമകാരുണികോ രഘുനന്ദന തവഹിതം വദതഃ മമ ഭാഷിതം. നിനക്ക് ഏതാണ് ശ്രേയസ്കരം എന്ന് നോക്കിയിട്ട് ഞാൻ അങ്ങയുടെ ഹിതത്തിന് വേണ്ടിയാണ് ഈ പറയണത്. ഈ പറയുന്ന വാക്കുകളെ പരിഗൃഹാണ അംഗീകരിച്ചാലും പരമാത്മനി രാഘവേ വിരോധമതിം ത്യജ, പരമാത്മാവ് തന്നെയായ രാഘവനിലുള്ള ആ വിരോധത്തെ നീയെ ത്യജിച്ചാലും ഭക്തിതഃ ഭജ, ഭക്തിയോടെ രാമനെ ഭജിക്കൂ. രഘുനന്ദന പരമകാരുണിക, രഘുനന്ദനൻ പരമദയാലുവാണ്. പറയണ രാവണ, ഞാൻ നിനക്ക് നല്ല കാര്യമാണ് ഉപദേശിച്ച് തരണത്. അതിനെ ദയവ് ചെയ്ത് പരിപൂർണ മനസ്സോടുകൂടി അങ്ങ് സ്വീകരിക്കൂ. ശ്രീരാമനോടുള്ള ഈ വിദ്വേഷ ബുദ്ധി ഉണ്ടല്ലോ, അത് ത്യജിക്കൂ. പരമപ്രേമലക്ഷണമായിട്ടുള്ള ഭക്തിയോടുകൂടി അങ്ങ് ശ്രീരാമനെ ഭജിക്കൂ. ശ്രീരാമചന്ദ്രൻ വളരെ കരുണയുള്ളവനാണ്, കാരുണ്യക്കടലാണ് എന്നാണ് പറഞ്ഞത്. തവഹിതം വദതോ മമ ഭാഷിതം പരിഗൃഹാണ പരാത്മനി രാഘവേ ത്യജ വിരോധമതിം ഭജ ഭക്തിത പരമകാരുണികോ രഘുനന്ദന അഹമശേഷമിദം മുനിവാക്യതോ ശൃണവമാദിയുഗേ പരമേശ്വരഃ ബ്രഹ്മണാർത്ഥിത ഉവാച തം ഹരി കിം തവേപ്സിതമഹം കരവാണി തത്. അശേഷം ഇതം, ഈ പറഞ്ഞതിനെ മുനിവാക്യത അഹം അശൃണവം, മുനിവാക്യത്തിൽ നിന്ന് ഞാൻ കേട്ടു. ആദിയുഗേ, സത്യയുഗത്തിൽ ബ്രഹ്മണ അർത്ഥിത പരമേശ്വര ഹരിഹി, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട മഹാവിഷ്ണു തവ ഈപ്സിതം കിം, നിൻ്റെ ഇഷ്ടം എന്തോ തദ് അഹം കരവാണി, അതിനെ ഞാൻ ചെയ്യും. എന്നെന്താ പറഞ്ഞറിയോ?
ഞാൻ ഈ രാമനോടുള്ള വിദ്വേഷം സംബന്ധിച്ച സകല വിവരവും നാരദമുനി എന്നോട് പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് പറയാം. രാവണ, നീ കേൾക്കൂ. അതായത് സത്യയുഗത്തിൽ ബ്രഹ്മാവ് വിഷ്ണുവിനെ പോയി പ്രാർത്ഥിച്ച് സ്തുതിച്ചു. അപ്പം ഭഗവാൻ ബ്രഹ്മാവിനോട് എന്താ പറഞ്ഞ്, ഞാൻ അങ്ങയുടെ അഭീഷ്ടത്തെ സാധിപ്പിക്കാമെന്ന് പറഞ്ഞു. സത്യയുഗത്തിലാണത്. അതായത് എന്താണ് പറയുക, മാരീചൻ ഈ രാവണനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് രാമനായിട്ടുള്ള വിരോധം ഉണ്ടാവാനുള്ള ഈ കാരണവും രാമനായിട്ടുള്ള വിരോധം ഉണ്ടായാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അതിനുള്ള സകല വിസ്തരിച്ച് എന്നോട് നാരദമുനി പറഞ്ഞു. അതെന്താണെന്ന് ഞാനിപ്പോൾ രാവണ നിന്നോട് പറയാം, കേൾക്കൂ. ആദിയുഗത്തിൽ, അതായത് സത്യയുഗത്തിൽ, കൃതയുഗത്തിൽ മഹാവിഷ്ണുവിനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ച് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങയുടെ അഭീഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധിപ്പിക്കാമെന്ന് പറഞ്ഞു. അഹമശേഷമിതം മുനിവാക്യതോ, ഇവിടെ മുനി പറയുന്ന നാരദമുനിയാണ് കേട്ടോ. ശൃണവാദിയുഗേ പരമേശ്വര ബ്രഹ്മണാർത്ഥിത ഉവാച തം ഹരി കിം തവേപ്സിതമഹം കരവാണി തദ്. 28. ബ്രഹ്മണോക്തമരവിന്ദലോചന ത്വം പ്രയാഹി ഭുവി മാനുഷം വപുഃ ദശരഥാത്മജഭാവമഞ്ജസ ജഹിരിപും ദശകന്ധരം ഹരേ. ബ്രഹ്മണ ഉക്തം, ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു. എന്ത്? അരവിന്ദലോചന, ഹേ അരവിന്ദലോചന, ത്വം ഭുവി മാനുഷം വപുഃ ധൃത്വ ദശരഥാത്മജഭാവം പ്രയാഹി. അതായത് എന്ത് ഇഷ്ടമുള്ള വരം തരാമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? അങ്ങ് ഹേ താമര, അതായത് ബ്രഹ്മാവിനോട് എന്താ ഇഷ്ടമുള്ള വരം തരാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്താ? ഹേ താമരേക്ഷണ ദശരഥാത്മജഭാവം പ്രയാഹി, അങ്ങ് ദശരഥൻ്റെ മകനായിട്ട് മനുഷ്യ ശരീരം എടുത്തിട്ട് ഭൂമിയിൽ ജനിക്കണം. ഹരേ ഹേ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹരിക്കുന്നവനെ, ദശകന്ധരം രിപും അഞ്ജസ ജഹി, രാവണനെ അങ്ങ് ഈ ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ദുഷ്ടനായിട്ടുള്ള രാവണനെ അങ്ങ് നിഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. അതായത് ബ്രഹ്മാവ് തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്താണ് ഭഗവാനോട് പറഞ്ഞത്? ഹേ പങ്കജാക്ഷ, അങ്ങ് ഭൂമിയിൽ മനുഷ്യ ശരീരം ധരിച്ച് ദശരഥൻ്റെ പുത്രനായിട്ട് ജനിക്കണം. എന്നിട്ട് എല്ലാവരുടെയും സന്താപങ്ങളെ ഹരിക്കുന്ന ഹേ മഹാവിഷ്ണു, ലോകത്തിനെ മുഴുവൻ ദ്വേഷിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന ആ രാവണനെ അങ്ങ് വേഗം സംഹരിക്കണമേ എന്നാണ് പറഞ്ഞത്. അതിനാണപ്പോൾ ശ്രീരാമനായി ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ശ്രീരാമനോട് ദേഷ്യത്തിന് പോണ്ടാന്ന് ഉപദേശിക്കുകയാണ് മാരീചനെ. ബ്രഹ്മണോക്തമരവിന്ദലോചന ത്വം പ്രയാഹി ഭുവി മാനുഷം വപു ദശരഥാത്മജഭാവമഞ്ജസ ജഹിരിപും ദശകന്ധരം ഹരേ. 28. അതോ ന മാനുഷോ രാമ സാക്ഷാന്നാരായണോ വ്യയഃ മായാമാനുഷവേഷേണ വനം യാതോതി നിർഭയ. അതഃ രാമഃ ന മാനുഷ. അതുകൊണ്ട് ഞാൻ പറയാം രാവണ, ശ്രീരാമൻ മനുഷ്യനല്ല, അവ്യയഃ സാക്ഷാൽ നാരായണ, ആ നാശരഹിതനായിട്ടുള്ള സാക്ഷാൽ നാരായണൻ തന്നെയാണ്. മായാമാനുഷവേഷേണ, മായ കൊണ്ട് മാനുഷവേഷം ധരിച്ച് വനം യാതഃ, അങ്ങേ വധിക്കാനുള്ള ഉപായം നോക്കി വനത്തിൽ വന്നിരിക്കുകയാണ്. അതിനിർഭയ, ഒരു ഭയവും ഇല്ല അദ്ദേഹത്തിന്. എന്താ പറഞ്ഞത്? അതുകൊണ്ട് രാമൻ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കൂ. എന്നെന്നും ഒരിക്കലും നശിക്കാത്ത സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. മായാമാനുഷ വേഷം ധരിച്ച് ഒരു ഭയവും കൂടാതെ കാട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി അപ്പോൾ അത് വായിച്ച് നമുക്ക് അടുത്തേക്ക് പോവാം. അതോ ന മാനുഷോ രാമ സാക്ഷാൽ നാരായണോ വ്യയ മായാ മാനുഷവേഷേണ വനം യാതോതി നിർഭയ
ഭൂഭാരഹണാർത്ഥായ ഗച്ഛതാത യഥാ സുഖം ശ്രുത്വാ മാരീചവചനം രാവണം പ്രത്യഭാഷത. ഭൂഭാരഹണാർത്ഥായ ഭൂഭാരത്തെ കുറയ്ക്കുന്നതിനായിക്കൊണ്ട് താത യഥാസുഖം ഗച്ഛ, ഹേ വത്സ സുഖമാകും വണ്ണം ഗമിച്ചാലും മാരീചവചനം ശ്രുത്വ, മാരീചൻ്റെ വാക്കുകളെ കേട്ടിട്ട് രാവണ പ്രത്യഭാഷത, രാവണൻ പ്രതിവച്ചു. അതായിരിക്കെ ശരിക്കും തുറന്നങ്ങോട്ട് പറഞ്ഞു മാരീചൻ, ഈ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ദുർജനങ്ങളെ മുഴുവൻ സംഹരിക്കാനാണ് ഇപ്പം ശ്രീരാമൻ ദശരഥപുത്രനായിട്ട് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത് രാവണ. അതുകൊണ്ട് ഹേ വത്സ, അതായത് നല്ല അമ്മാമനാണ് മാരീചനെ, അപ്പോൾ നല്ല വാത്സല്യത്തോടു കൂടി പറഞ്ഞു, നീയ് ഈ രാമവിരോധത്തിനൊന്നും പുറപ്പെടാതെ സുഖമായിട്ട് സ്വന്തം രാജധാനിയിൽ പോയിട്ട് ഇരിക്കൂ എന്ന് ഇങ്ങനെ മാരീചൻ പറഞ്ഞത് കേട്ടിട്ട് രാവണൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. ഭൂഭാരഹണാർത്ഥായ ഗച്ഛതാത യഥാസുഖം ശ്രുത്വാ മാരീചവചനം രാവണ പ്രത്യഭാഷത. മറുപടി പറഞ്ഞു. രാവണൻ്റെ മറുപടിയാണ് 30-31. പരമാത്മാ യദാ രാമ പ്രാർത്ഥിതോ ബ്രഹ്മണാ കില മാം ഹന്തും മാനുഷോ ഭൂത്വാ യത്നാദിഹ സമാഗതാ കരിഷ്യത്യജിരാ ദേവാ സത്യസങ്കൽപ്പ ഈശ്വരഃ അതോഹം യത്നത സീതാം ആനേഷ്യാമ്യേവ രാഘവാത്. പരമാത്മാ രാമ, പരമാത്മാവായ രാമൻ, ബ്രഹ്മാവിനാൽ മാനുഷഃ ഭൂത്വാ മാം ഹന്തും യഥാ പ്രാർത്ഥിത, മനുഷ്യനായി അവതരിച്ചിട്ട് എന്നെ കൊല്ലാൻ എപ്പോഴാണ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്? യത്നാത് ഇഹ സമാഗത, പണിപ്പെട്ടും ഇവിടെ വന്ന്, അജിരാത് ഏവ കരിഷ്യതി, അത് വേഗം ചെയ്യും. ഈശ്വര സത്യസങ്കല്പ, ഈശ്വരൻ്റെ സങ്കല്പം എപ്പോഴും സത്യമാണല്ലോ. അതഹ അഹം, അതുകൊണ്ട് ഞാൻ യത്നത പണിപ്പെട്ടും സീതാം രാഘവാത് ആനേഷ്യാമി ഏവ, സീതയെ രാമനിൽ നിന്ന് ഞാൻ ആനയിക്കുക തന്നെ ചെയ്യും. അതായത് രാമൻ്റെ ഭഗവാന്റെ സങ്കല്പം ശരിയാവണമല്ലോ, അതാണ് പറയുന്നത്. എന്താ അറിയോ, പരമാത്മാവായ ഈ രാമനോട് ബ്രഹ്മാവ് പരമാത്മാവായിട്ടുള്ള രാമനോട് ബ്രഹ്മാവ് മനുഷ്യനായി അവതരിച്ച് എന്നെ വധിക്കണമെന്ന് എപ്പോൾ പ്രാർത്ഥിച്ചോ അതിനെ സാധിക്കാൻ രാമൻ ഈ വനത്തിൽ വരുന്ന് എനിക്ക് മനസ്സിലായി, അതിന് വന്നതാണെന്നും മനസ്സിലായി. അപ്പോൾ ആ കാര്യം കാലതാമസം കൂടാതെ എനിക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ശ്രീരാമൻ അത് നടത്തന്നെ ചെയ്യും. കാരണം ഭഗവത് സങ്കല്പം എപ്പോഴും സത്യവും. അപ്പം അതിനാണ് വന്നവിടെ അല്ലേ, എന്നെ കൊല്ലാനാണ്. ആ സങ്കല്പം സത്യമായി തന്നെ ഭവിക്കും. ഈശ്വരൻ്റെ സങ്കല്പം ഒരിക്കലും അസത്യമാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും സീതയെ രാമനിൽ നിന്ന് അപഹരിക്കാതിരിക്കില്ല, അത് തീർച്ചയാണ്. കാരണം അതാണ് വിധി. ഞാൻ അപഹരിക്കുന്ന ചെയ്യും. എനിക്കറിയാം എന്നെ കൊല്ലുന്നറിയാം, എന്നാലും അതാണ് എൻ്റെ വിധി. അതുകൊണ്ട് ആ സങ്കല്പം അസത്യമാവില്ല. അതുകൊണ്ട് എൻ്റെ ഈ സീതയെ അപഹരിക്കാനുള്ള ബുദ്ധിക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല, ഞാൻ അപഹരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. വലിയ അറിവുള്ള ആളനാണ് ശ്രീരാമൻ. മഹാവിഷ്ണു അവതരിച്ചതെന്നൊക്കെ അറിയാം. പക്ഷേ ഈ രജോ ഗുണപ്രധാനി ആയതുകൊണ്ട് മനസ്സ് ഇങ്ങനെ ചെയ്യാൻ തോന്നിക്കുകയാണേ. അതായത് വിധി അനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ നല്ല എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആളാണെന്ന് മാത്രം. സാധാരണ രാവണനെ പോലെ രജോ ഗുണപ്രധാനികളൊക്കെ എല്ലാം അറിയൊന്നുമില്ല. രാവണൻ നല്ല ജ്ഞാനിയാണ്. അതുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് തന്നെ രജോ ഗുണത്തിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായിട്ട് സീതയെ അപഹരിക്കാൻ പുറപ്പെടുകയാണ്. പരമാത്മാ യദാ രാമ പ്രാർത്ഥിതോ ബ്രഹ്മണാ കില മാം ഹന്തും മാനുഷോ ഭൂത്വാ യത്നാദിഹ സമാഗത കരിഷ്യത്വജിരാദേവ സത്യസങ്കൽപ്പ ഈശ്വരഃ അതോഹം യത്നത സീതാമാനേഷ്യാമ്യേവ രാഘവാത്. എത്ര പൗരുഷമുണ്ടെങ്കിലും ഭഗവാന്റെ സങ്കല്പം മാത്രമേ നടക്കുള്ളൂ എന്നുള്ളത് എത്ര
വ്യക്തമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവണതല്ലേ. എത്ര പൗരുഷം ഉണ്ടെങ്കിലും എത്ര ധൈര്യം ഉണ്ടെങ്കിലും എത്ര യത്നിച്ചാലും ഭഗവാന്റെ സങ്കല്പം മാത്രമേ നടക്കൂ. അപ്പോൾ ഭഗവാനിപ്പോൾ രാവണനെ കൊല്ലണം എന്നാണെങ്കിൽ രാവണൻ ആ സമയത്ത് അതറിഞ്ഞിട്ട് പോലും അങ്ങനെ പ്രവർത്തിക്കാൻ തോന്നിപ്പിക്കും. ഇനി നമുക്ക് 32 ചെല്ലാം. വധേ പ്രാപ്തേ രണേ വീര പ്രാപ്സ്യാമി പരമം പദം യദ്വാ രാമം രണേ ഹത്വാ സീതാം പ്രാപ്സ്യാമി നിർഭയ. വീര, ഹേ ശൂര, മീൻസ് മാരീചനോട് പറയുക, രണേ വധേ പ്രാപ്തേ, അതായത് യുദ്ധത്തിൽ നിഗ്രഹിക്കപ്പെട്ടാൽ പരമം പദം പ്രാപ്സ്യാമി, ഞാൻ പരമപദം വീരസ്വർഗം കിട്ടൂലോ സ്വതന്നെ. പിന്നെ എനിക്ക് ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ചാൽ വലിയ ഭാഗ്യമാണ്, ഇനി ഒരു ജന്മം കൂടി കഴിയണമല്ലോ. പരമപദത്തെ എനിക്ക് പ്രാപിക്കാം. യദ്വ, അല്ലെങ്കിൽ രണേ രാമം ഹത്വ, രണത്തിൽ രാമനെ ഹനിച്ചിട്ട് നിർഭയം സീതാം പ്രാപ്സ്യാമി, മോഹിതയായിട്ട് സീതയെ പ്രാപിക്കുന്നതിന്. എങ്ങനെയാണെങ്കിലും എനിക്ക് ഇതിൽ ജയാണ്. എന്താ കാരണം വെച്ചാൽ, മാരീചനോട് പറയുകയാണ്, യുദ്ധത്തിൽ രാമൻ എന്നെ വധിച്ചാൽ എനിക്ക് പരമപദമായിട്ടുള്ള വൈകുണ്ഠം ലഭിക്കും. അതായത് ഒരു ജന്മം കൂടി വേണം, പക്ഷെ പോട്ടെ, ഈ ജന്മം കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത ജന്മം. 3 ജന്മം കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകാം, ജയവിജയന്മാരായിരുന്നല്ലോ. അപ്പോൾ രാമൻ എന്നെ യുദ്ധത്തിൽ വധിച്ചു ചോട്ടെ, എന്നാൽ എനിക്ക് വൈകുണ്ഠം കിട്ടും. നല്ലൊരു കാര്യമല്ലേ അത്. ഇനി അല്ല, ഞാൻ രാമനെ യുദ്ധത്തിൽ അങ്ങട് തോൽപ്പിച്ച് വധിച്ചാലോ, എനിക്ക് സുഖമായിട്ട് സീതയും കൊണ്ട് സുഖമായിട്ട് സീതയായിട്ട് രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഈതർ വേ, എന്ത് നിലയ്ക്കാണെന്ന് വെച്ചാലും ഞാൻ സീതയെ അപഹരിക്കാൻ തന്നെ തീർച്ചയാക്കിയെന്ന് പറയുകയാണ്. അതായത് ഞാൻ സീതയെ അപഹരിക്കും, അപ്പോൾ രാമൻ എന്നെ വധിച്ചാൽ എനിക്ക് വൈകുണ്ഠം കിട്ടും, പരമപദപ്രാപ്തി കിട്ടും. അല്ല, ഞാൻ ശ്രീരാമനെ വധിക്കാൻ എനിക്ക് തരായിച്ചോട്ടെ, എന്നാൽ എനിക്ക് സീതയെ കിട്ടും, സുഖമായിട്ട് സീതയുടെ കൂടെ രമിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ സീതാപഹരണത്തിൽ നിന്ന് പിന്മാറുന്നില്ല, എനിക്ക് എങ്ങനെയായാലും നന്മ തന്നെയാണെന്ന് പറയാണ് ആര്? രാവണൻ. വധേ പ്രാപ്തേ രണേ വീര പ്രാപ്സ്യാമി പരമം പദം യദ്വാ രാമം രണേ ഹത്വാ സീതാം പ്രാപ്സ്യാമി നിർഭയ. ഇനി നമുക്ക് 33, 34 പ്രശ്നം കൂടി ചെയ്ത് നിർത്താം. അതോത്തിഷ്ഠ മഹാഭാഗ വിചിത്രമൃഗരൂപധൃക് രാമം സലക്ഷ്മണം ശീഘ്രം ആശ്രമാത് അതിദൂരത ആക്രമ്യ ഗച്ഛത്വം ശീഘ്രം സുഖം തിഷ്ഠ യഥാ പുരാ അത പരം ചേദ്യൽ കിഞ്ചിൽ ഭാഷസേ മദ്വിഭീഷണം ഹനിഷ്യാമ്യസിനാനേന ത്വാം അത്രൈവ ന സംശയ. മഹാഭാഗ, ഹേ പൂജ്യനായിട്ടുള്ള മാരീചനോട് പറയാണ്, അതാ ഉത്തിഷ്ഠ, അതുകൊണ്ട് നീട്ടിട്ട് വിചിത്രമൃഗരൂപധൃക്, വിചിത്രമായിട്ടുള്ള പൊന്മാൻ രൂപം ധരിച്ചവനായിട്ട് സലക്ഷണം രാമം, ലക്ഷ്മണനോട് കൂടെ രാമനെ ശീഘ്രം ആശ്രമാത് അതിദൂരം ആക്രമ്യ, അതെ ശ്രീരാമനെയും ലക്ഷ്മണനെയും ആ ആശ്രമത്തിൽ നിന്ന് അകറ്റൂ. യഥാ പുരാസുഖം പ്രതിഷ്ഠ, മുമ്പേ പോലെ സുഖമായി. അത് കഴിഞ്ഞിട്ട് പൊന്മാൻ്റെ വേഷം കെട്ടി ശ്രീരാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് അകറ്റുന്ന സമയത്ത് ആ തക്കം നോക്കി ഞാൻ സീതയെ കട്ടുകൊണ്ടുപോയിക്കോളാം. അത് കഴിഞ്ഞ് അങ്ങ് ഇവിടെ തന്നെ വന്ന് സുഖമായി ഇരുന്നോളൂ. അതപ്പരം ഇനിമേൽ മദ്വിഭീഷണം യൽ കിഞ്ചിത് ഭാഷസേ ചെയ്ത്, എന്നെ പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒന്ന് അങ്ങ് പറഞ്ഞു വെച്ചാൽ അനേന അസിന, ഞാനിപ്പോൾ ഈ വാളുകൊണ്ട് തന്നെ അത്രയേവ ത്വാം ഹനിഷ്യാമി, ഇവിടെ തന്നെ ഞാനിപ്പോൾ കൊന്നിടും എന്ന സംശയമില്ല. എൻ്റെ വാക്ക് കേട്ടോളൂ, ഇല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടിയിരുന്നു പറഞ്ഞു. എന്താ പറഞ്ഞ? അതുകൊണ്ട് ഹേ പൂജ്യനായിട്ടുള്ള മാരീച, വേഗം നീക്കൂ, മനോഹരമായിട്ടുള്ള ഒരു മൃഗരൂപം ധരിച്ചിട്ട് രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകൂ. അത് കഴിഞ്ഞതിന് അത്രയും അങ്ങക്ക് ചെയ്യാറുള്ളൂ. അതാണ് അങ്ങയുടെ ഒരു ഡ്യൂട്ടി. ഇപ്പോൾ ഞാൻ പറയണത്, ഞാൻ രാജാവല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് ഇത് ചെയ്യാനാണ് പറയണത്. അത് ആ ഒരു മൃഗരൂപം ധരിച്ച്, നല്ല മനോഹരമായിട്ട് മൃഗരൂപം ധരിച്ച് സീത അതിനെ പിടിക്കണം എന്ന് പറയൂലോ. അപ്പോൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും അവിടുന്ന് അകറ്റൂ.
ഞാൻ ആ തക്കം നോക്കി എൻ്റെ കാര്യം സാധിച്ചോളാം. അത് കഴിഞ്ഞ് അങ്ങ് ഇവിടെ തന്നെ വന്നിരുന്ന് ഇഷ്ടം പോലെ സുഖമായിരുന്നോളൂ. ഇനി മേലെ എന്നെ പേടിപ്പെടുത്തുന്ന ഒരൊറ്റ വാക്ക് അങ്ങയുടെ വായിൽ നിന്നുതിർന്നാൽ ഞാൻ ഈ വാളുകൊണ്ട്, ചന്ദ്രഹാസം കൊണ്ട് ഇവിടെ തന്നെ ഞാൻ അങ്ങേ വധിച്ച് ഇടും. ഒരു സംശയം വേണ്ട. മീൻസ് ഞാൻ പറഞ്ഞത് ഇപ്പം കേട്ടോളൂ, ഇല്ലെങ്കിൽ മരണമാണ് ഫലം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അതോത്തിഷ്ഠ മഹാഭാഗ വിചിത്രമൃഗരൂപധൃക് രാമം സലക്ഷ്മണം ശീഘ്രം ആശ്രമാദ് അതിദൂരതഃ ആക്രമ്യ ഗച്ഛത്വം ശീഘ്രം സുഖം തിഷ്ഠ യഥാ പുരാ അതഃ പരം ചേദ്യൽ കിഞ്ചിൽ ഭാഷസേ മദ്വിഭീഷണം. എന്നെ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഇനി ഒരു വാക്ക് പറയണ്ടാന്ന്. ഹനിഷ്യാമ്യസിസാനേന, എൻ്റെ ഈ അസി വാളുകൊണ്ട് തന്നെ ത്വാം അത്രൈവ ന സംശയ, ഇപ്പം വധിക്കും, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.